യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന വ്യക്തികൾ ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലുണ്ടോ? അവരെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ അതിനൊരു മാർഗമേ ഉള്ളൂ. എന്താണത്? നിങ്ങൾ പ്രാർത്ഥന വർദ്ധിപ്പിക്കുക, കൂടുതൽ സമയം പ്രാർത്ഥിക്കുക. കുടുംബാംഗങ്ങളിൽ ആരുടെയെങ്കിലും പ്രാർത്ഥനാ ജീവിതം വേണ്ടതുപോലെ അല്ല പോകുന്നതെങ്കിൽ അത് പരിഹരിക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം മെച്ചപ്പെടുത്തുക. കാരണം പ്രാർത്ഥിക്കുന്ന ഒരാളെ കാണുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാൻ തോന്നും. മക്കൾ പ്രാർത്ഥിക്കുന്നില്ലേ? മാതാപിതാക്കൾ നന്നായി പ്രാർത്ഥിക്കുക. എല്ലാ ദൈവിക കൃപകളുടെയും പ്രത്യേകത അത് പകർച്ചവ്യാധിയാണെന്നാണ് പറയുന്നത്. പാപമാണ് കൂടുതൽ വ്യാപിക്കുന്നതെന്ന് പലരും പറയാറുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതലായി വ്യാപിക്കുന്നത് അഭിഷേകമാണ്. ദൈവശക്തി വേഗം പടർന്നു പിടിക്കും. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ നിരന്തരം പ്രാർത്ഥനകൾ ഉയരട്ടെ. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഒരു കുടുംബത്തിൽ ഉണ്ടായാൽ മതി, ആ കുടുംബം രക്ഷപ്പെടും, തകർന്നു പോകില്ല. ചിലര് പറയാറുണ്ട്, ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റാറില്ല എന്ന്. സാരയില്ല, നിങ്ങൾക്ക് ജപമാല ചൊല്ലാനോ മറ്റു പ്രാർത്ഥനകൾ ചൊല്ലാനോ ഒന്നും പറ്റുന്നില്ലെങ്കിലും വിഷമിക്കേണ്ട. ഇത്രമാത്രം നിങ്ങൾക്ക് ചെയ്യാലോ. എപ്പോഴും മനസ്സിൽ യേശുവേ എന്ന നാമം ഉരുവിട്ട് നടക്കാലോ. അത് വലിയ പവർഫുൾ ആയിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്. എപ്പോഴും യേശുനാമം ഉരുവിട്ട് നടക്കുമ്പോൾ നമ്മിലുള്ള പ്രാർത്ഥിക്കാൻ തടസ്സപ്പെട്ടു നിൽക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളും വിട്ടുപോയിക്കൊള്ളും. പതിയെ പതിയെ ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നാം ദുഃഖിതരായിരുന്നു കൊള്ളട്ടെ, അല്ലെങ്കിൽ ഉത്കണ്ഠാകുലരോ ബലഹീനരോ ആയിരുന്നു കൊള്ളട്ടെ, ജീവിതത്തിലെ ഏതവസ്ഥയിലും നമുക്ക് ഏറ്റുപറയാൻ കഴിയുന്ന നാമമാണ് യേശുനാമം. നമ്മുടെ ആരോഗ്യം മോശമാണെങ്കിലും, വേദന അനുഭവിക്കുമ്പോഴും, ഏതെങ്കിലും രോഗം ശരീരത്തെ കീഴടക്കുമ്പോഴും അവിടത്തേക്ക് നമ്മെ സുഖപ്പെടുത്താൻ കഴിയുമെന്ന വിശ്വാസത്തോടെ യേശുനാമം ഏറ്റുപറയുക. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോഴും, ജോലിയില്ലാതാകുമ്പോഴും, വിശ്വസിച്ചവർ ചതിക്കുമ്പോഴും യേശുനാമം ഉച്ചരിക്കുക. യേശുനാമത്തിന് ശക്തിയുണ്ട്. യേശുനാമം അതിശയ നാമമാണെന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് ആരും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് യേശുവേ എന്ന നാമം ഉരുവിട്ട് പ്രാർത്ഥിക്കുക. ഞാൻ പല വീഡിയോകളിലും അത് പറഞ്ഞിട്ടുള്ളതാണ്. അത്രമാത്രം ചെയ്താലും മതി. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സം നിൽക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളും ഉടൻ തന്നെ നമ്മിൽ നിന്ന് വിട്ടുപോയിക്കൊള്ളും. നിരന്തരം പ്രാർത്ഥനകൾ ഉയരുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ദൈവകൃപ വർദ്ധിച്ചു വരികയുള്ളൂ. ദൈവശക്തി, അഭിഷേകം വളരെ വേഗം ആ കുടുംബം മുഴുവനിലേക്കും വ്യാപരിക്കും. അതുകൊണ്ട് ഇന്നു മുതൽ ജീവിത പങ്കാളി, മക്കള്, പ്രിയപ്പെട്ടവര് പ്രാർത്ഥിക്കുന്നില്ലല്ലോ എന്നോർത്ത് വിഷമിക്കേണ്ട. നമുക്ക് പ്രാർത്ഥനയുടെ മനുഷ്യരായി മാറാം. നമ്മുടെ ഹൃദയത്തിലും അധരത്തിലും യേശുനാമം എപ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ. യേശുനാമം നമ്മുടെ അധരങ്ങളിൽ നിന്ന് ഉയരട്ടെ. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യേശുനാമമെൻ്റെ ആശ്രയം, ആശയറ്റ നേരമെൻ്റെ ആശ്വാസം. നിൻ വചന മാരിതൂക്കിനേ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. യേശുനാമമെൻ്റെ ആശ്രയം, ആശയറ്റ നേരമെൻ്റെ ആശ്വാസം. നിൻ വചന മാരിതൂകിനേ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ.